വേൾഡ് കപ്പിന്റെ ഫൈനൽ പോരാട്ടം അത് ഇന്നാണ്. ഇന്ന് രാത്രി 8 മണിക്കാണ് മത്സരം നടക്കാൻ പോകുന്നത്. സൗത്ത് ആഫ്രിക്കയും ഇന്ത്യയുമാണ് നേർക്കുനേരെ വരുന്നത്. രണ്ട് ടീമുകളും തുല്യശക്തികളാണ്. അതുകൊണ്ട് ഒരു ആവേശ മത്സരം നമുക്കിന്ന് കാണാൻ സാധിക്കും. ഇന്ത്യൻ ടീം കഠിനമായ പരിശീലനത്തിലാണ്. ഇപ്പോഴിതാ ഇന്ന് ഫൈനലിന് മുന്നേ ഇന്ത്യൻ ടീം പരിശീലന മത്സരം കളിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ടീമിലെ താരങ്ങൾ തന്നെ പരസ്പരം രണ്ട് ടീമായിട്ടാണ് ഇൻട്രാ സ്ക്വാഡ് മത്സരം കളിച്ചിരിക്കുന്നത്. ഇന്നത്തെ മാച്ചിൽ സഞ്ജുവിന് ഒരു അവസരം കൊടുത്തിരിക്കുകയാണ് രോഹിത് ശർമ്മ. സഞ്ജുവിന് മാത്രമല്ല ജയ്സ്വാളിനെയും കളിപ്പിച്ചു. ഈ മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗത്ത് ആഫ്രിക്കൻ ടീം മികച്ച കളിയാണ് ഈ വേൾഡ് കപ്പിൽ കാഴ്ചവെച്ചത്. അതുകൊണ്ട് ഇന്ത്യ ശരിക്ക് കളിച്ചില്ലെങ്കിൽ പണി കിട്ടുമെന്നത് ഉറപ്പാണ്. 2007 ഇന്ത്യക്ക് ആദ്യമായിട്ട് T20 വേൾഡ് കപ്പ് ലഭിച്ചത്. അതിനുശേഷം ഇന്ത്യക്ക് T20 കപ്പ് ലഭിച്ചിട്ടില്ല. ഇപ്പോഴിതാ രോഹിത് ശർമ്മ ഇന്ത്യൻ താരങ്ങൾക്ക് പരിശീലന മത്സരം കൊടുത്തിരിക്കുകയാണ്. ടീമിലെ താരങ്ങൾ പരസ്പരം രണ്ടായിട്ടാണ് കളിച്ചത്. ഇന്നത്തെ മാച്ചിൽ സഞ്ജുവിന് ഒരു അവസരം കൊടുത്തു. സഞ്ജു മികച്ച ബാറ്റിംഗ് ആണെന്ന് കാഴ്ചവെച്ചത്. സഞ്ജുവിനെ 6ാം നമ്പറിലാണ് രോഹിത് കളിപ്പിച്ചത്. അതിനർത്ഥം ശിവദൂബയ്ക്ക് പകരം സഞ്ജുവിനെ ഇറക്കാൻ പദ്ധതിയുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ സഞ്ജുവിനെ ലാസ്റ്റ് കളിപ്പിക്കാൻ സാധ്യതയില്ല. സഞ്ജുവിന്റെ പ്രകടനം രോഹിത് ശർമ്മ വിലയിരുത്തുകയാണ്. ഫൈനലിൽ സഞ്ജുവിന് ഒരു അവസരം കിട്ടുമോ എന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ഈ വേൾഡ് കപ്പിൽ ഇതുവരെ ഒരു മാച്ചിൽ പോലും സഞ്ജുവിനെ കളിപ്പിച്ചിട്ടില്ല. ഒരുപക്ഷെ ദുബൈക്ക് പകരം ഇന്ന് സഞ്ജു വരാൻ സാധ്യതയുണ്ട്. സഞ്ജു നെറ്റ്സിൽ തകർത്തടിച്ചിരിക്കുകയാണ്. രോഹിത് ശർമ്മയെ കാഴ്ചക്കാരനാക്കിയാണ് സഞ്ജുവിന്റെ പ്രകടനം. സഞ്ജുവിന്റെ കളി കണ്ട് എല്ലാ താരങ്ങളും ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ്. അതുപോലെയാണ് സഞ്ജു ഇന്ന് കളിച്ചത്. സഞ്ജുവിന്റെ പ്രതിഷേധമാണ് സഞ്ജു നെറ്റ്സിൽ ഇന്ന് തീർത്തത്. സഞ്ജു പ്രതിഭയുള്ള കളിക്കാരനാണ്. അതുകൊണ്ട് സഞ്ജുവിന് ഒരു അവസരം കൊടുക്കണമെന്നാണ് ആരാധകർ പറയുന്നത്. സഞ്ജുവിനെ കൂടാതെ കോഹ്ലി ഇന്ന് മികച്ച കളി കാഴ്ചവെച്ചു. കോഹ്ലി ഫൈനലിലേക്ക് രണ്ടും കൽപ്പിച്ചാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫൈനലിന് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.